ഈശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമ്മൾ ശ്രവിക്കുന്ന ദൈവവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1-2 തിരുവചന ഭാഗങ്ങളാണ്. അതിപ്രകാരമാണ്: സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് മിശിഹ ഈ ദൈവവചനത്തിലൂടെ നമ്മളെല്ലാവരെയും അല്പസമയം നയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടം, ഈ മഹാമാരിയുടെ കാലഘട്ടം വലിയ സങ്കടത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും കണ്ണുനീരിൻ്റെയും ഒക്കെ കഥകളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. ജോലി നഷ്ടപ്പെട്ടവർ, എത്ര അന്വേഷിച്ചിട്ടും ജോലി കിട്ടാത്തവർ, അപ്രതീക്ഷിതമായി രോഗം ബാധിച്ചവർ, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വല്ലാതെ വിഷമിക്കുന്നവർ, സങ്കടത്തിലായവർ, ഇങ്ങനെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വലിയ സങ്കട കാഴ്ചകളിലൂടെയും സങ്കട കണ്ണുനീരിലൂടെയും കടന്നു പോവുകയാണ് ജനസമൂഹം മുഴുവനും. ഇതിൻ്റെ പേരിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ആളുകൾ മാനസികമായും വല്ലാതെ വിഷമത അനുഭവിക്കുന്നു. ശാരീരികവും മാനസികവുമായ വലിയ കഷ്ടതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദൈവവചനത്തോട് ചേർന്നുകൊണ്ട് അല്പസമയം ധ്യാനിക്കുകയാണ്. ആദ്യമായി എനിക്ക് പറയാനും നമ്മൾ ധ്യാനിക്കുന്നു ഇപ്രകാരമാണ്: ജീവിതത്തിൽ പിടിച്ചുലയ്ക്കലുകൾ ഉണ്ടാകുന്നത് പൊടിയാക്കി തീർക്കാനല്ല, നേരെ മറിച്ച് നമ്മളെയൊക്കെ പുതിയ പൊസിഷനിലേക്ക് ഉയർത്തി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കൂടി പറയാം, ജീവിതത്തിൽ അതിശക്തമായ വിധത്തിൽ പിടിച്ചുലയ്ക്കലുകൾ സംഭവിക്കുന്നത് നമ്മളെ ആരെയും പൊടിയാക്കി കളയാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് വലിയ സ്ഥാനമാനങ്ങളിലേക്ക്, പൊസിഷനുകളിലേക്ക് ഉയർത്തി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും? അതിനുള്ള പ്രധാനപ്പെട്ട അനേകം കാരണങ്ങളും ഈ ദൈവവചനത്തിലൂടെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടാതെ നമ്മളാരും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എന്തുകൊണ്ടാണ് കംഫർട്ട് സോണിൽ ഇരുന്നാലുള്ള പ്രത്യേകത? ആരും തന്നെ പുതിയ മേച്ചുസ്ഥലങ്ങൾ കണ്ടെത്തുകയോ പുതിയ പുതിയ സ്ഥാനമാനങ്ങളിലേക്കും വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും എത്തുകയോ ചെയ്യുകയില്ല. ഇത് മതി, ഇത്ര മതി, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, സന്തോഷമായി സുഖകരമായി, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചിലപ്പോൾ പിടിച്ച് ഉലയ്ക്കപ്പെടുന്നത്. ഇങ്ങനെ പിടിച്ചുലയ്ക്കപ്പെടുന്നത് നമ്മളെ വേരോടെ പിഴുത് കളയാനല്ല എന്നുള്ള സത്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവർ അത്യധികം സന്തോഷവാനായി. എന്തെന്നില്ലാത്ത സന്തോഷം, ആനന്ദം, ഐക്യം, കൂട്ടായ്മ, ഇതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായി. അവർ അതിശക്തമായി വചനം പ്രഘോഷിച്ചു. കർത്താവിന് സാക്ഷികളായി തീരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ശിഷ്യന്മാരും ഒന്നിനൊന്നിന് തീഷ്ണതയോടെ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. അവിടെ കൂട്ടായ്മയും എല്ലാം ഉണ്ടായിരുന്നു. അതാണ് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ അല്പം കൂടെ കടന്നുപോയി ഇന്ന് നമ്മൾ കണ്ട അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന, പ്രിയപ്പെട്ടവരെ, അസ്വസ്ഥമായ വിശ്വാസ സമൂഹത്തെയാണ്. സാവൂൾ എന്നൊരു മനുഷ്യൻ അവിടെ എത്തി.
വിശ്വാസികളെ മുഴുവൻ ചിതറിച്ചു. സ്തേഫാനോസിനെ കൊല്ലുന്നതിന് സാക്ഷ്യം വഹിച്ചു, കൊല്ലുന്നതിൽ അനുകൂലിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ സാവൂൾ എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ക്രൂര പ്രവൃത്തി വചനത്തിൽ വ്യാഖ്യാനിക്കുന്നതും പറയുന്നത് ഇങ്ങനെയാണ്. 3-ാം വചനം: സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, അപ്പോൾ ഇതുവരെ ഉലയ്ക്കപ്പെടാതെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജെറുസലേമിൽ ഇരുന്നിരുന്ന സമൂഹം ഇതാ ഇന്ന് ആകപ്പാടെ അസ്വസ്ഥതയുടെ ചുഴിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല, എല്ലാം പോയി. എന്നാൽ നമുക്കറിയാം, ജെറുസലേം എന്ന് പറഞ്ഞാൽ ജെറുസലേം ഈസ് ദ സിറ്റി ഓഫ് പീസ്. സമാധാനത്തിൻ്റെ നഗരമാണ് ജെറുസലേം. എന്നാൽ സാവൂൾ അവിടെ എത്തിയതോടെ എന്ത് സംഭവിച്ചു? അത് അസ്വസ്ഥതയുടെ നഗരമായി തീർന്നു. എല്ലാ തരത്തിലും അസ്വസ്ഥതയാൽ അവരെല്ലാവരും ചിതറിക്കപ്പെട്ടു, എല്ലാവരും പിടിച്ചുലയ്ക്കപ്പെട്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് അവരെല്ലാവരും ചോദിച്ചോ, കർത്താവേ നീ എവിടെയാണ്? കർത്താവേ നീ എവിടെയാണ്? ഞങ്ങൾ ആകെ പിടിച്ച് ഉലയ്ക്കപ്പെടുകയാണ്. സാവൂൾ എന്നൊരു മനുഷ്യൻ വന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ വ്യതിചലിപ്പിക്കാൻ നോക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല, പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുന്നു, എല്ലാ തരത്തിലും ഞങ്ങൾ പിടിച്ചുലയ്ക്കപ്പെടുന്നു. ഇത് നീ കാണുന്നില്ലേ? നീ എവിടെയാണ്? ചോദിച്ചില്ല. അവർ ചോദിച്ചില്ല. അവര് വിശ്വാസത്തിൽ തീക്ഷ്ണതയോടെ പിടിച്ചു നിന്നു. ആരൊക്കെ ജീവിതത്തെ പിടിച്ചുലയ്ക്കാനും തകർക്കാനും തരിപ്പണമാക്കാനും നോക്കിയാലും കർത്താവുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ വിശ്വാസത്തോടെ അവർ നിലകൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമുക്കൊക്കെ, എനിക്കായാലും നമുക്കായാലും ഈശോയെ സ്തുതിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ, നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ സന്ദർഭം എപ്പോഴാണ്? എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും എൻ്റെ വഴിക്ക് വരുമ്പോൾ, നല്ല ജോലി, നല്ല സുഹൃത്തുക്കൾ, നല്ല ജീവിത സാഹചര്യം, ജീവിക്കാൻ അനുകൂലമായ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുമ്പോൾ ഈ പറയുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അനവരതം സ്തുതിക്കും. എന്നാൽ യഥാർത്ഥ ടെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? റിയൽ ടെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകുന്നതിന് പകരം പ്രതികൂലമായി തീരുമ്പോൾ, ഒരു സാവൂൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശത്രു നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, വീട് നഷ്ടപ്പെടുമ്പോൾ, കംഫർട്ട് സോണുകളെല്ലാം തച്ചുടയ്ക്കപ്പെടുമ്പോൾ, അതിനെയാണ് നമ്മൾ പിടിച്ച് ഉലയ്ക്കപ്പെടുമ്പോൾ. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് എൻ്റെയും നമ്മുടെയും ജീവിതങ്ങൾ, വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുന്നുവെങ്കിൽ എനിക്കും നമുക്കും പറയാൻ പറ്റും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അടിയുറച്ച വിശ്വാസമുള്ളവരാണ്, കർത്താവിനെ അനുഗമിക്കുന്നവരാണ് എന്ന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ശത്രുക്കളോ ഒക്കെ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ പിടിച്ചുലയ്ക്കപ്പെടുമ്പോൾ വിശ്വാസം തകരുന്നുവെങ്കിൽ ഈ പറയുന്ന ഞാനും നമ്മൾ ആരും തന്നെ കർത്താവിനെ അടിയുറച്ച് അനുഗമിക്കുന്നവരല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ ഉലയ്ക്കപ്പെടുന്നത് പൊടിയാക്കി തീർക്കാനല്ല, നേരെ മറിച്ച് ഇത് ഉയരാനും വളരാനും വളർത്താനും പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മളെ കർത്താവ് യേശുമിശിഹാ കൊണ്ടെത്തിച്ച് തരാനും വേണ്ടിയിട്ടാണെന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള വലിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്ന
പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എപ്പോഴും മനസ്സിലാകുന്ന ഫിലിപ്പോസ്, ഈ ഫിലിപ്പോസ് എന്താ ചെയ്തേ? ജെറുസലേമിൽ നിന്ന് സമരിയായിലേക്ക് പോയി. അത് ഞാൻ പ്രത്യേകമായിട്ടും ഇന്ന് എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. സ്വന്തം മനസ്സാലെ അല്ല ഫിലിപ്പോസ് പോയത്, നേരെ മറിച്ച് ഹി വാസ് ഫോഴ്സ്ഡ് ടു ഗോ ദേർ. അവൻ അങ്ങോട്ട് പോകാനായിട്ട് നിർബന്ധിക്കപ്പെട്ടു. ഹി വാസ് കമ്പൽഡ് എന്ന് പറഞ്ഞാൽ എന്നതാ? ജെറുസലേമിൻ്റെ ആ സുരക്ഷിതത്വ വലയത്തിൽ നിന്ന് സമരിയായിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഫിലിപ്പോസിന്. നേരെ മറിച്ച് അതിന് പകരം ഹി വാസ് ഫോഴ്സ്ഡ് ടു ഗോ ദേർ, കമ്പൽഡ്, നിർബന്ധിക്കപ്പെട്ടു സമരിയായിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില നിർബന്ധങ്ങൾ വന്നു ഭവിക്കുമ്പോൾ അതിനോട് പോസിറ്റീവായിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിൽ വലിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. അതിനെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എവരി ഷേക്കിംഗ് ഈസ് ഫോർ ഷിഫ്റ്റിംഗ്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോരോ പിടിച്ചുലയ്ക്കപ്പെടുന്ന അനുഭവങ്ങളും നമ്മളെയൊക്കെ പുതിയ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്, ഉയർത്തപ്പെടാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പോസ് സമരിയായിൽ എത്തിയിട്ട് എന്താ സംഭവിച്ചത്? നമുക്കറിയാം, അത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമുള്ള ഒരു സ്ഥലമൊന്നും അല്ലായിരുന്നു. ഫിലിപ്പോസ് അവിടെ ചെന്ന് വചനം പ്രഘോഷിച്ചു. ഫിലിപ്പോസ് അവിടെ ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതായത് ജെറുസലേമിൽ ഫിലിപ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു 100 മടങ്ങ് കൂടുതൽ കാര്യങ്ങൾ സമരിയായിൽ ഫിലിപ്പോസ് ചെയ്തു. അത്യത്ഭുതങ്ങൾ. കർത്താവ് മിശിഹായി എന്തൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചോ അതൊക്കെ തന്നെ എന്ന വിധത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, തളർവാദ രോഗികളെ ഉയർത്തുന്നു, പിശാചുക്കളെ പുറത്താക്കുന്നു. ഇങ്ങനെ ഈശോ പ്രവർത്തിച്ച ഏകദേശം എല്ലാ അത്ഭുതങ്ങളും തന്നെ ഫിലിപ്പോസ് സമരിയായിൽ പ്രവർത്തിച്ചു. ഇത് സാധ്യമായി തീർന്നത് എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ്. അത് നിർബന്ധത്തിൻ്റെ പേരില്ല, അവിടെ താമസിക്കാൻ പറ്റാതായതിൻ്റെ പേരിലാണ് പോയത്, അത് ശരിയാ. പക്ഷേ അതിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നുവെന്ന് ഫിലിപ്പോസ് തിരിച്ചറിഞ്ഞില്ലായിരുന്നു തുടക്കത്തിലെ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ പിടിച്ചുലയ്ക്കപ്പെടും. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും നിർബന്ധത്തിൻ്റെ പേരിൽ ചിലപ്പോൾ മാറിപ്പോകേണ്ടി വരും. ആ സമയത്ത് ഉറച്ച് വിശ്വസിക്കണം. ഇന്ന് വചനത്തിൽ കണ്ടതുപോലെ, ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ, ഇത് നമ്മൾ തകർക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഉയർത്തപ്പെടാനുള്ള ദൈവിക പദ്ധതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, അഡിലാബാദ് രൂപതയുടെ ബിഷപ്പ്, ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പ്രിൻസ് പിതാവ്, അദ്ദേഹം ചെറുപ്പത്തിലെ ഒരു സന്യാസ കോൺഗ്രിഗേഷനിൽ ചേർന്നു, വൈദിക പഠനം നടത്തി. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ, ഫിലോസഫി പഠനം കഴിഞ്ഞപ്പോൾ, ആ കൊച്ചിനോട് അന്നത്തെ അധികാരികൾ പറഞ്ഞു, നിനക്ക് ദൈവവിളിയില്ല, അതുകൊണ്ട് സഭയിൽ നിന്നും പറഞ്ഞു വിടുകയാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. തുടർന്ന് എന്നാൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വീണ്ടും സെമിനാരിയിൽ ചേർന്നു, അഡിലാബാദ് രൂപതയിൽ ചേർന്ന് പഠിച്ചു. എന്താ സംഭവിച്ചേ? ആ സെമിനാരിയിൽ നിന്നും പറഞ്ഞു വിട്ട സമയത്ത് ഒത്തിരി ചെറുതല്ലാത്ത സങ്കടവും വിഷമവും അദ്ദേഹത്തിനുണ്ടായി, വീട്ടുകാർക്കുണ്ടായി, വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചേർന്ന് പഠിച്ച് വൈദികനായി ഉപരിപഠനം കഴിഞ്ഞു. ഇന്നിതാ ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരള കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബിഷപ്പായിട്ടല്ലേ അവരോധിതനായത് അഡിലാബാദ് രൂപതയുടെ. അതാണ് പ്രിയപ്പെട്ടവരെ, പിടിച്ചുലയ്ക്കപ്പെടുന്നത് ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ സന്യാസഭയിൽ തുടർന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ബിഷപ്പാകാൻ സാധ്യത ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. പക്ഷെ ഇന്ന് ഒരു മഹാരൂപതയുടെ ഇടയനായിട്ട് വിശ്വാസ സമൂഹത്തെ നയിക്കുന്നുവെങ്കിൽ, അപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്തുണ്ടായ ഉലയ്ക്കപ്പെടലുകൾ
ഇതോടെ തകർന്നു, ഇനി ജീവിതമില്ല, എല്ലാം നശിച്ചു എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വളർച്ചയില്ല. ഇത് ദൈവിക പദ്ധതിയാണെന്നും എന്നെ വേറെ ഒരു ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശു മിശിഹായുടെ അറിവോടെ സംഭവിക്കുന്നത് എന്നും ജീവിതത്തിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളെയും നോക്കിക്കാണാനും സ്വീകരിക്കാനും സാധിച്ചാൽ എല്ലാ ഉലയ്ക്കപ്പെടലുകളും ഉയർത്തപ്പെടലുകളായിട്ട് തീരും. അതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ മോശയുടെ ജീവിതത്തിൽ കാണുന്നത്? മോശ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു വന്ന മനുഷ്യനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഈജിപ്തിലെ ആ ദേശത്തെ ഏറ്റവും വലിയ മണലാരണ്യത്തിലേക്ക്. പക്ഷേ അവിടെ ദൈവം മോശയ്ക്കൊരു വാസസ്ഥലം ഒരുക്കി വെച്ചു. എന്നിട്ടെന്താ സംഭവിച്ചത്? ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേതാവായി മോശയെ ദൈവം തിരഞ്ഞെടുത്തില്ലേ? അതുകൊണ്ടാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പിടിച്ചുലയ്ക്കപ്പെടലുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും സങ്കടാനുഭവങ്ങളും ഇതൊക്കെ ഒരു വളർച്ചയ്ക്കുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപടികളാണ് എന്നുള്ള വലിയ സത്യം. പ്രിയപ്പെട്ടവരെ, ഓരോ ഉലയ്ക്കപ്പെടലുകൾ സംഭവിക്കുമ്പോഴും അതിൻ്റെ പിന്നാലെ ഫ്ലറിഷിങ്, വളർച്ചയും ഉയർച്ചയും വരും. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, സത്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉലയ്ക്കപ്പെടലുകളും ഷേക്കുകളും നമ്മൾ ഓർക്കണം, അതൊരു അടയാളമാണ്. ഞാനിതാ ഉയർത്തപ്പെടാൻ പോകുന്നു, ഞാനിതാ പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയ പന്ഥാവുകളിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പൂർവ്വ യൗസേപ്പിനെ നമുക്കറിയാം. സന്തോഷത്തോടെ അപ്പൻ്റെ സ്നേഹം അത്യധികം അനുഭവിച്ചും ജ്യേഷ്ഠന്മാരോടുകൂടി ഒക്കെ ജീവിച്ച മനുഷ്യനാണ് ഈ യൗസേപ്പ്. ആ യൗസേപ്പിനെയല്ലേ വലിയ തിക്താനുഭവങ്ങളിലൂടെ പിതാവായ ദൈവം കടത്തിവിട്ടത്? പൊട്ടക്കിണറ്റിൽ എടുത്തെറിയപ്പെടാനും വിദേശികളായ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടാനും പിന്നീട് ഈജിപ്തിലെത്തിയപ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടെ തെറ്റിദ്ധരിക്കപ്പെടാനും 13 വർഷം ജയിലിൽ കിടക്കാനും ഒക്കെ വിധിയുണ്ടായപ്പോൾ ഊഹിക്കാൻ പറ്റാത്തത്ര വലിയ സങ്കട കാഴ്ചകളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയുമാണ് ജോസഫ് കടന്നുപോയത്. ഉലയ്ക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ മാത്രം. പക്ഷേ അന്നൊക്കെ ജോസഫിന് കൂട്ടായി കൂടെ ഉണ്ടായിരുന്നത് ദൈവവിശ്വാസമാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും സഹായിക്കാനുള്ള സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. ആകെ ഉണ്ടായിരുന്നത് ദൈവവിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം അത് പൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഫറവോയുടെ കൊട്ടാരത്തിലെത്തി തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം അതേ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ജയിലിൽ 13 വർഷം കിടക്കേണ്ടി വന്നപ്പോഴും ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ജോസഫിൽ നിരാശ കയറിയില്ല, പ്രതീക്ഷ കൈവിട്ടില്ല. എപ്പോഴും പ്രത്യാശയോടെ ജീവിച്ചു. ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന്. അതുകൊണ്ട് നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈജിപ്ഷ്യൻ ജനതയുടെ മുഴുവൻ രക്ഷകനായി തീർന്നു ഈ ജോസഫ്. ഫറവോ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള വ്യക്തിയായി തീർന്നു ഈ ജോസഫ്. തൻ്റെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ആ ഇസ്രായേൽക്കാരുടെ മുഴുവൻ്റെ എന്ന വിധത്തിൽ സുരക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനും കാരണമായി തീർന്നു ഈ ജോസഫ്. അപ്പോൾ തിരിച്ചറിയുക, ഉലയ്ക്കപ്പെടുന്നത് ഉയർത്തപ്പെടാനാണ്, പൊടിയാക്കി കളയാനല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നില്ലേ, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ജീവിത സാഹചര്യങ്ങളുണ്ട്, എല്ലാ ആധുനിക ടെക്നോളജീസും ഉള്ളവരാണ് നമ്മുടെ എല്ലാ രാജ്യങ്ങളും. പക്ഷേ ഒരു കുഞ്ഞു വൈറസ് വന്ന് ഇതൊക്കെ തകർത്ത് കളഞ്ഞപ്പോൾ നമ്മളാകെ പരിഭ്രാന്തരായി, നമ്മളാകെ നിരാശപ്പെടാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി. ജോലി നഷ്ടപ്പെട്ടപ്പം, വീട് പോകുന്നു എന്ന അവസ്ഥ വന്നപ്പം,
രോഗം വന്നപ്പോൾ ആകപ്പാടെ നിരാശപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ റിസോഴ്സുകളാണ്, ജീവിക്കാനുള്ള മാർഗങ്ങളാണ്. ഒരു ജോലി, ഒരു ബിസിനസ്, മറ്റ് കൃഷികൾ, മറ്റെല്ലാ കാര്യങ്ങളും. നമ്മൾ ജീവിക്കാനുള്ള മാർഗങ്ങളെയല്ല ആശ്രയിക്കേണ്ടത്, ഇത് തരുന്ന വ്യക്തിയാണ്. അതിനെ നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആശ്രയിക്കേണ്ടത് റിസോഴ്സിനെ അല്ല, സോഴ്സിനെയാണ്. എല്ലാത്തിൻ്റെയും ഉറവിടം പിതാവായ ദൈവമാണ്. റിസോഴ്സുകളാണ് ഈ ജോലി, കൃഷി, മറ്റ് ബിസിനസ്സുകൾ എല്ലാം തന്നെ. അപ്പം നമ്മൾ ആശ്രയിക്കേണ്ടത് റിസോഴ്സിനെ അല്ല, സോഴ്സിനെയാണ്, ദൈവം തമ്പുരാനെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഏദൻ തോട്ടം ഒരുക്കിയതിന് ശേഷമാണ് പിതാവായ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. യാക്കോബിനെ വീട്ടിൽ നിന്നും പുറത്തിറക്കിയത് അങ്ങകലെ ഒരു ലേയായെയും മറ്റു വീട്ടുകാരെയും ഒരുക്കി നിർത്തിയതിന് ശേഷമാണ്. ഈജിപ്തിൽ ഒരു വാസസ്ഥലം ഒരുക്കിയതിന് ശേഷമാണ് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നും മരുഭൂമിയിലേക്ക് മോശയെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൈവവചനം നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യാശ പകരുന്നതാണ്. ജീവിതത്തിലെ പിടിച്ചുലയ്ക്കലുകൾ പൊടിയാക്കാനല്ല, ഉയർത്തപ്പെടാനാണ്. നല്ല ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.